നമ്മളെ ബിഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൈസ്. ബിഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുറ്റിപ്പറ്റിയുള്ള വീടുകളും ഇതൊക്കെയാണ് നമ്മളൊരു ഹൗസിങ് ഏരിയ. ഇത് നമ്മളെ A2 ഹൈവേ ആണ് ഗൈസ്. ഇത് A2 ഹൈവേ ആണ്. അപ്പം ഹൈവേയുടെ അപ്പുറം ഇപ്പുറം എന്തുണ്ട്, ജസ്റ്റ് നമുക്ക് വീടുകളുണ്ട്. അതുകൊണ്ടോ അത് അവിടെ നിന്ന് അങ്ങോട്ടൊരു മലയാണ്. ആ മല ചെരുവിലാണ് വീടുകളിൽ. ഓക്കെ, നമ്മുടെ കമ്പനി വരുന്നത് ഈ മലച്ചെരുവിലാണ് ഗൈസ്. അപ്പം ഇതാണ് A2. നോവേ മെസ്റ്റോ സിഗാറിക്ക നമ്മുടെ അടുത്തുള്ള ടൗണാണ്. കാറുകളൊക്കെ ഒരു 150 km/h ഗൈസ് കാറുകളൊക്കെ പോകുന്നത്. അതുപോലെ ട്രക്കിനൊക്കെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ 90 km/h ആണ്. 90. സൂര്യൻ അസ്തമിക്കാനായി ഗൈസ്. ഓൾമോസ്റ്റ് അസ്തമയം. നമ്മളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ജസ്റ്റ് നമ്മൾ 2 കിലോമീറ്റർ നടന്നു തിരിച്ചു വരികയാണ്. ജസ്റ്റ് നമ്മൾ ഏറ്റവും കണ്ടതൊന്ന് നിർത്തിയാണ് ഗൈസ്. ഏറ്റവും ലുബ്ലിയാന ഓസ്ട്രിയ ഒക്കെ നമ്മൾ പോയി ഈ റോഡാണ്. ഓസ്ട്രിയ A2. റോക്കിയാണ് ഗൈസ് പോയത്. റോക്കി പോകുമ്പോൾ നമുക്കൊരു ഹായ് തന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വാക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ റോഡിൽ. ബൈക്കേഴ്സ് ഉണ്ട്. ഈ വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ റോഡിൽ കുറേ ബൈക്കേഴ്സ് അവൈലബിളാണ്. ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസങ്ങളിൽ മാരുതിയുടെ എസ്ക്രോസ് ആണ് ഗൈസ് പോയിരിക്കുന്നത്. എസ്ക്രോസ്, റിഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. സോറി, റിഡ്സ് അല്ല, ഇഗ്നീസ് ഉണ്ട്, എസ്ക്രോസ് ഉണ്ട്. അതേപോലെ മാരുതിയുടെ പല കാർസ് കൂടെ അവൈലബിൾ ആണ്. ഇന്ത്യൻ കാർസ് ഉണ്ട് നമുക്കിവിടെ.
സ്ലൊവേനിയൻ യൂറോപ്പിൽ ഇന്ത്യൻ കാർസും ഉണ്ട്. കൂടുതലും സ്കോഡ, വോക്സ്വാഗൺ, ഓഡി, BMW, ജർമ്മൻ ടച്ച് കാർസാണ്. പക്ഷെ എന്നാലും എന്തുണ്ട്, ഇന്ത്യൻ കാർസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മളെ വാക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക ഗൈസ്. വാക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ജസ്റ്റ് ഏറ്റവും ട്രാഫിക്. ഇതിപ്പം ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് ട്രക്ക് കുറവാണ്. ഓൺലി സ്പെഷ്യൽ പെർമിറ്റ് ഉള്ള ട്രക്കിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സൺഡേ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. സൺഡേ ഓക്കെ. സൺഡേ, സാറ്റർഡേ പല രാജ്യങ്ങളിലും എന്താണ് സാറ്റർഡേ സൺഡേ ബാൻഡ് ആയിരിക്കും ഗൈസ്. ബാൻ, അതായത് നമുക്ക് റോഡിൽ എന്ത് ചെയ്യാൻ പാടില്ല, ട്രക്സിന് റോഡിൽ കയറാൻ പെർമിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അവരെവിടെയാണോ ഉള്ളത് അവരവിടെ തന്നെ എന്ത് ചെയ്യണം, സ്റ്റേ ചെയ്യണം. മൺഡേ മോർണിംഗ് അവർക്ക് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാം. ഓക്കെ, അതെ നമ്മളെ ജംഗ്ഷനാണ് കേട്ടോ ബിക്ക് കൂടെ ബസ് പോകുന്നുണ്ട്. ഈ ബസ് നമുക്ക് 3-4 ടൈമിങ്ങിൽ നമുക്ക് എന്തുണ്ട്, ലുബ്ലിയാന ട്രബഞ്ചെ ബസ് ഉണ്ട്. ബസ് ടൈമൊക്കെ നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മളിവിടെ പോകാൻ നമ്മൾ കാറാണ് യൂസ് ചെയ്യുന്നത്. ഏതാ, മെട്ടോറിൻ്റെ ബസ് കേട്ടോ, മെട്ടോർ. ടൊയോട്ടയുടെ RAV4 ആണ് ഗൈസ് പോയേക്കുന്നത്. Audi S7 ബിക്കാണ് നമ്മളെ സ്ഥലം ഗൈസ്, ബിക്ക്. അതേപോലെ നമുക്ക് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശത്ത് പാരാഗ്ലൈഡിങ് കാണാം ഗൈസ്. നമുക്ക് പാരാഗ്ലൈഡിങ് ടീംസ് ഉണ്ടാവാറുണ്ട് ആകാശത്ത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, അറ്റ് എ ടൈമിൽ ചിലപ്പോൾ നമുക്ക് 5 വിമാനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. ഇപ്പോൾ ഒന്ന് പോകുന്നുണ്ട് ഗൈസ്, ഒരു വിമാനം കാണാൻ പറ്റില്ല. ചില ടൈമുകളിൽ അറ്റ് എ ടൈമിൽ നമുക്ക് 5-6 മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് പോകുന്നത് കാണാം ഗൈസ്. കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ A2 വഴി നമുക്ക് ലുബ്ലിയാനയ്ക്ക് പോവാം. റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് വെൽക്കി ഗവർ എന്ന് പറയുന്നൊരു വില്ലേജാണ്. ആ വില്ലേജ് വഴി നമുക്ക് ട്രബഞ്ചയ്ക്ക് പോവാം. ട്രബഞ്ച നമ്മളെ അടുത്തുള്ളൊരു ടൗണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിക്കാണ്. ബിക്കിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോവാം, ലുബ്ലിയാന മെയിൻ സെൻറ്ററിലേക്കൊക്കെ പോവാം. വെൽക്കി ഗവർ വഴി നമുക്ക് ട്രബഞ്ചെ പോവാം. ട്രബഞ്ചെ അതേപോലെ നോവേ മെസ്റ്റോ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് റൈറ്റ് പോകണം. ഓക്കെ, അപ്പോൾ നമ്മളെ വാക്കിങ് കഴിഞ്ഞു. നമ്മളെ അപ്പാർട്ട്മെൻറ്റ് എത്തി. നമ്മുടെ ഫ്രണ്ട് റോക്കി ബായ് ഉണ്ട്. റോക്കി ബായ് അതവിടെ കാറിൽ സൈക്കിളിൽ എന്തോ പറ്റി കൊണ്ടുവരാൻ തോന്നുന്നു. റോക്കി ബായ് കാർ അവിടേക്ക് എപ്പോഴെങ്കിലും എടുക്കാറുള്ളൂ ഗൈസ്. റോക്കി ബായിൻ്റെ അടുത്ത് ഓടിയാ സെറ്റ് കമ്പനിയാണ്. റോക്കി ബായ് ഒരു വൈബ് മനുഷ്യൻ തന്നെയാണ് ഗൈസ്. ചോദിച്ചു നോക്കാം വാട്ട് ഹാപ്പൻഡ് ടു സൈക്കിൾ. റോക്കി ബായിനോട് ലാസ്ക്. ഭയങ്കര അടിപൊളി ആകാശം, ഭയങ്കര ക്ലൗഡി ആയി നിൽക്കുന്നുണ്ട്. ഐ വിൽ ആസ്ക് വാട്ട് ഹാപ്പൻഡ് ടു യുവർ സൈക്കിൾ. 8 ടണ്ണേ ഈ റോഡിൽ പറ്റുള്ളൂ ഗൈസ്. സൈക്കിളൊക്കെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി കേട്ടോ. ഏകദേശം നാട്ടിലെ നല്ലൊരു എമൗണ്ട് വരും. നമ്മൾ കമ്പനിയാണ് ഗൈസ്. നമ്മൾ ചോദിച്ചോക്കാം വാട്ട് ഹാപ്പൻഡ് ടു സൈക്കിൾ. സൈക്കിൾ എന്തോ പറ്റി റിപ്പയർ ചെയ്ത് കൊണ്ടുവരിക ഗൈസ്. സൈക്കിൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാണ്. എന്തോ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതാണ് റോക്കി ബായിൻ്റെ കാർ കേട്ടോ. Audi A6 NM RM353. ഇതുണ്ടോ ഇവിടുത്തെ കാറുകളിലൊക്കെ
ഐസ് വീണിട്ടാ ഗൈസ്. ഇത് കണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കാറുകളിലൊക്കെ ഡാമേജസ് ഉണ്ടാവും ഗൈസ്. സൈക്കിൾ റെഡി ആക്കട്ടെ, നമുക്ക് ജസ്റ്റ് വേണം ഡ്രൈവ് ചെയ്യാം, ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഡ്രാഗോ ആട്ടോ, റോക്കി അല്ല. ഡ്രാഗോൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോയി വരികയാണ് ഗൈസ്. ലുബ്ലിയാന. ആ സൈക്കിൾ എടുത്ത് പോയി അവിടെ മൊത്തം കറങ്ങി വരിക. നമ്മൾ കാറിൽ സൈക്കിൾ എടുത്ത് പോയി കാർ അവിടെ പാർക്ക് ചെയ്ത് വന്നിട്ട് സൈക്കിളെടുത്ത് മുമ്പ് റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അവിടെയൊക്കെ പോയി വരികയാണ് ഇന്നിപ്പം. ഇന്ന് വീക്കെൻഡാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ശനിയും ഞായറും ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഡ്രാഗോൻ്റെ കാറാണ് ഇത്, ഈ ഓഡി A6 വരുന്നത്. ഡ്രാഗോ സൈക്കിൾ കാറിൽ വെച്ചു, സീറ്റ് വേണമെങ്കിൽ കാറിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്താണ്, ലുബ്ലിയാന പോയി ലുബ്ലിയാന കറങ്ങി വരികയാണ്, റിട്ടേൺ ബാക്ക്. അതാണ് ഡ്രാഗോ പറഞ്ഞത്. ഡ്രാഗോ സെർബിയാണ് സംസാരിക്കുക, സെർബിയ. നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മളെ ലാംഗ്വേജ് മനസ്സിലാക്കൽ. ഡ്രാഗോ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഫോണിൽ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റർ എടുക്കും, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരും എന്താണ് മുപ്പര് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡ്രാഗോ ആൾ ഉഷാറാണ് കേട്ടോ, സൂപ്പർ ഗായ് ആണ്, ഭയങ്കര കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. സൈക്കിൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഗൈസ്, ഏകദേശം 50,000 ഒക്കെ വരും ആ സൈക്കിൾ. അപ്പോൾ നമ്മൾ വാക്കിങ് കഴിഞ്ഞു, ഇവിടെ എത്തി ഗൈസ്.